ഹലോ, നമസ്കാരം. വായനാ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ടർക്കിഷ് നോവലിസ്റ്റിൻ്റെ ഒരു നോവലാണ് പരിചയപ്പെടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓർഹാൻ പാമുക്ക്. ടർക്കിഷ് നോവലിസ്റ്റ് എന്ന് മാത്രമല്ല, നോബൽ ജേതാവാണ്. മൈ നെയിം ഇസ് റെഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ഓർഹാൻ പാമുക്കിൻ്റെ പുസ്തകമാണ്. ഓർഹാൻ പാമുക്കിൻ്റെ പുസ്തകം ധാരാളം ആൾക്കാർ വായിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനുള്ള സമയം കിട്ടിയില്ല. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ നോവൽ വായിക്കുന്ന ഒരു സ്വഭാവം അധികമായിട്ടില്ല. നോവലുകൾ മലയാളത്തിലും നോൺ ഫിക്ഷൻ ഇംഗ്ലീഷിലുമാണ് പതിവ്. പക്ഷേ ഫ്യൂ മന്ത്സ് ബാക്ക് ഒരു തീരുമാനം എടുത്തു, നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾ തൽക്കാലം കുറച്ച് ഒരു ഇടവേള കൊടുക്കാം, ഒരു ഫിക്ഷൻ വായിക്കാമെന്നുള്ളത്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് പുസ്തകം വായിക്കുക, പിന്നെ ഒരു മലയാളം, പിന്നെ ഒരു ഇംഗ്ലീഷ്, ഇങ്ങനെ പോകാമെന്നുള്ളത്. മാത്രമല്ല, കുറച്ച് വലിയ പുസ്തകങ്ങൾ വായിക്കാമെന്നുള്ളൊരാഗ്രഹം. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലേക്ക് എത്താൻ ഉണ്ടായത്. ഒന്ന്, ഫോക്കസ് ചെയ്തിട്ട് വലിയ പുസ്തകങ്ങൾ വായിക്കണം എന്നുള്ളൊരു കാരണം കൊണ്ട്. പിന്നെ ഇതിനു മുമ്പ് ഞാൻ വായിച്ച പുസ്തകം മലയാളം സിൻ എന്ന് പറഞ്ഞ പുസ്തകമാണ്, ഹരിദാസ് സാവിത്രിയുടെ. അപ്പം അത് ടർക്കി അതിനെ പറ്റിയിട്ടാണ് അതിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ടർക്കിയിലൊന്ന് പോകണമല്ലോ. അങ്ങനെ ടർക്കിയിൽ പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടർക്കിനെ കുറിച്ചും ടർക്കിഷ് ഭാഷയെക്കുറിച്ചും അവരുടെ കൾച്ചറിനെ കുറിച്ചും ഓട്ടോമാൻ എംപയറിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ കലയെക്കുറിച്ച്, അവിടുത്തെ എഴുത്തുകാരുടെ പുസ്തകം, അങ്ങനെയൊക്കെയാണ് നോക്കുമ്പം മൈ നെയിം ഇസ് റെഡ് എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പം ഐ സെഡ് ഓക്കെ റൈറ്റ്, ആ പുസ്തകം എടുക്കാം. 500 പേജ് ഉണ്ട്. കുറച്ച് സമയം എടുത്തിട്ടാണ് വായിച്ചത്. അതേപോലെ തന്നെ ടർക്കിഷ് സിനിമകൾ ഞാൻ കാണുന്നുണ്ടായി. ആ സിനിമകൾ ഞാൻ സിനിമ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ ഞാൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ടർക്കിഷ് സിനിമകളെക്കുറിച്ചും, അപ്പോൾ ടർക്കിഷ് സിനിമ, ടർക്കിഷ് പുസ്തകം, ടർക്കിഷ് ഭക്ഷണം ഒക്കെ കൂടി കണ്ട് ടർക്കിയെ പറ്റി മനസ്സിലാക്കിയിട്ട് നമ്മൾ ടർക്കിയിൽ പോയിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ്. അവിടെ എനിവേ, പുസ്തകത്തിലേക്ക് കിടക്കാം. ഒട്ടോമാൻ എംപയറിൻ്റെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ഒരു മേർഡർ മിസ്റ്ററി എന്ന് വേണേൽ വിളിക്കാം. മേർഡർ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് സംഭവമൊന്നുമല്ല. പക്ഷേ ഈ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം അയാളുടെ പേര് എലഗൻറ്റ് എഫൻഡി എന്നാണ്. എഫൻഡി എന്നുള്ള ബഹുമാനസൂചകമായിട്ട് ഇവർ പറയാൻ തോന്നുന്നു. അവസാനത്തെ ചാപ്റ്റർ, അതിന് മുമ്പത്തെ ചാപ്റ്ററിലാണ് കൊന്ന താര എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. 500 pages. ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് തിങ്സ്, ബട്ട് ദിസ് മേർഡർ മിസ്റ്ററി, ആരാണ് കൊന്നത്, ആരാണ് എലഗൻറ്റ് എഫൻഡിനെ കൊന്നത് എന്നുള്ള ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഡെപ്തായിട്ട് പോകുന്ന വേറൊരു സംഭവം എനിക്ക് തീരെ പരിചിതമായിരുന്നില്ല എന്നുള്ളതാണ് ഈ മിനിയേച്ചറിസ് എന്നുള്ളത്. ടർക്കിഷ് മിനിയേച്ചർ എന്ന് പറയുന്നത് ഒരു തരം ചിത്രപ്പണിയാണ്. ഒരു ചിത്രം വരയ്ക്കുന്നൊരു, ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ടർക്കിഷ് മിനിയേച്ചർ, പെർഷ്യൻ മിനിയേച്ചർ, അത് പോർട്രേറ്റ്സ്, ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചില പുസ്തകങ്ങളിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ട് വരച്ച് അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു രീതിയാണ്. ഒരു വെരി ഡിഫറെൻറ്റ് ഫോം ഓഫ് ആർട്ടാണ്. അപ്പോൾ നമ്മൾ ഈ നാട്ടിലൊക്കെ ഇപ്പം ഘറാന എന്നൊക്കെ പറയില്ലേ, ഈ പാട്ടിൻ്റെയൊക്കെ ഉസ്താദിൻ്റെ ആളുടെ ഘറാന. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ വരുന്നു, പഠിക്കുന്നു, അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് സാധനം. ഇത് അതേമാതിരി തന്നെ സ്റ്റൈൽ ഓഫ് ഇല്ലസ്ട്രേഷൻ, മിനിയേച്ചർ സാധനങ്ങൾ. അപ്പം അങ്ങനത്തെ സ്കൂളുകളുമായിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഒരു മെയിൻ ഇല്ലസ്ട്രേറ്റർ ഉണ്ട്. പിന്നെ അതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറുപ്പം മുതലേ വന്നിട്ട് അവിടെ അങ്ങനെ വന്ന് പഠിച്ച് അങ്ങനെ പിന്നെ അവർ പല സ്ഥലത്ത് പോയി ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നു. ഈ സുൽത്താനുകളും രാജാക്കന്മാരും ഒക്കെയാണ്. ഇതിൽ അക്ബറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. മുഗൾ അക്ബർ ഉള്ള കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്, ഇന്ത്യയിൽ അക്ബർ ഉള്ള കാലഘട്ടത്തിൽ. അപ്പോൾ അക്ബറിൻ്റെ അവിടെ ഈ ഒരു പുസ്തകം വരുന്നുണ്ട്, അതിന് ആൾക്കാരെ തിരയുന്നുണ്ട്. അപ്പോൾ ഈ മിനിയേച്ചറിസ്റ്റ് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പെർഷ്യയിൽ പോകണമെന്നുണ്ട്, അവിടെ ഒരു വലിയ പുസ്തകത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, അവിടെ പോയി. അപ്പം ഇതിലൊക്കെ തന്നെ ഭയങ്കര സ്കിൽസ് ഉണ്ട്. അപ്പം ചില ആൾക്കാർ കുതിരകളെ എങ്ങനെ വരയ്ക്കും, ഈ കുതിരയെ ഇങ്ങനെ വരയ്ക്കാനുള്ള കാരണം എന്താണ്, അത് എവിടുത്തെ സ്റ്റൈലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻഡെപ്തായിട്ട് ആ ഒരു ചിത്രം വരയ്ക്കുന്നതിൻ്റെ ആ ഒരു രീതിയെക്കുറിച്ചൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സോ അങ്ങനെയും കൂടെ ആ പുസ്തകം എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നി. കാരണം എനിക്ക് തീരെ പരിചിതമല്ലാത്തൊരു മേഖലയാണ് ഈ ചിത്രമൊക്കെ. നമുക്ക് ചിത്രം കാണുമ്പോഴൊക്കെ ഇഷ്ടമെന്നുള്ളതല്ലാണ്ട് അതിനപ്പുറമായിട്ട് നമ്മൾ അതിനെപ്പറ്റി അറിയില്ല. സോ ദാറ്റ് വേ ഇറ്റ് ടുക്ക് സം ടൈം ഫോർ മീ. കാരണം ചില സമയത്ത് നമുക്ക് കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നും, പക്ഷേ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ആ സാധനത്തിലേക്ക് പോകുന്നുണ്ട്. ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്.
ഇതിന് വേറൊരു പുസ്തകത്തിൽ ഒരു എഴുത്തിൽ എനിക്ക് ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയത്, മേ ബി ദർ ആർ അതർ ബുക്സ്. തുടക്കം തന്നെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ചാപ്റ്റർ, ഐ തിങ്ക് ഇറ്റ് ഈസ് മൈ നെയിം ഇസ് റെഡ് എന്ന് പറയുന്ന റെഡ്, ഇതിൽ ആദ്യത്തെ തന്നെ ഐ ആം എ കോർപ്സ്, ഞാനൊരു ശവശരീരമാണ് എന്നും പറഞ്ഞിട്ട് ഈ കൊല്ലപ്പെട്ട എലഗൻ്റ് എഫൻഡി, അപ്പോൾ ആ സമയത്ത് നമുക്ക് എലഗൻ്റ് എഫൻഡി എന്തായതെന്ന് അറിയില്ല, ഞാൻ ഒരു ശവശരീരമാണ് എന്നും പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പം അത് എന്നെ അയാൾ വന്നു ഉന്തി തല്ലിട്ടു, ഞാനിവിടെ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊന്നു, എന്നാലും അയാൾ എന്തിനാ എന്നോട് ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിന്തയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയുന്നുണ്ട് ബ്ലാക്ക് എഫൻഡി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പം ഐ ആം കോൾഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഓരോ ചാപ്റ്ററും. ഐ ആം കോൾഡ് ബ്ലാക്ക്, പിന്നെ ഐ ആം എ ഡോഗ്, ഒരു നായയുടെ ഭാഗത്തുനിന്ന്, പിന്നെ ഐ വിൽ ബി കോൾഡ് എ മർഡറർ. അപ്പം ഈ കൊന്ന എലഗൻ്റ് എഫൻഡിനെ കൊന്ന ആൾ ഞാനാണ്, എന്നെ അവർ കൊലപാതകി എന്ന് വിളിക്കുന്നു പറഞ്ഞിട്ട് അയാളുടെ. അപ്പം ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പോയിന്റ് കൂടിയാണ് ഓരോ ചാപ്റ്ററും പോകുന്നത്. ആൻഡ് ദാറ്റ് ഐ ഫൗണ്ട് ഔട്ട് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ഇതിൽ എന്നെ അവർ കൊലപാതകി എന്ന് വിളിക്കുമെന്നും പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററിൽ കൊലപാതകി സംസാരിക്കുന്നുണ്ട്. ആരെ കൊലപാതകി നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇതേ കൊലപാതകി തന്നെ ആയിരിക്കാം മതി വേറെ അവരുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ചില ചാപ്റ്ററുകളിൽ പറയുന്നത്. വിച്ച് ഇപ്പം ഐ ആം ഓർഹാൻ, ഐ ആം യുവർ ബെലവഡ് അങ്കിൾ, ഐ ആം കോൾഡ് ബ്ലാക്ക്, ഐ ആം എസ്തർ, ഐ ആം ഷക്കൂരെ, പിന്നെ ഐ ആം ബ്ലാക്ക്. ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് ബ്ലാക്കാണ് ഇതിലൊരു മെയിൻ ക്യാരക്ടർ എന്ന് വേണേൽ പറയാം. അപ്പം ബ്ലാക്കിൻ്റെ ഇതിലും കൂടെ വരുന്നുണ്ട്. പിന്നെ കുതിര, ഞാനാണ് കുതിര. ഈ ചിത്രങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കുതിരേനെ ആൾക്കാരെങ്ങനെ സംസാരിക്കുക, കുതിര എങ്ങനെ വരച്ചാൽ. അപ്പോൾ അടുത്ത ചാപ്റ്റർ എന്ന് വെച്ചാൽ കുതിര പറയാം ഇന്നെ വരയ്ക്കാം ഇവിടെയൊക്കെ ആരാ ആളെന്നുള്ളത്. അപ്പം ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ഹൗ ദ സ്റ്റോറി അൺഫോൾഡ്സ് ആൻഡ് ഹൗ വേരിയസ് ചാപ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ദാറ്റ് സ്റ്റോറി ആൻഡ് ക്യാരക്ടേഴ്സ് ടു യു. അപ്പോൾ നമ്മൾ ഒരു കഥ ഇങ്ങനെ വായിച്ചു പോകുന്നത്, ഒരാൾ കഥ പറയുന്നതിന് പകരം നമ്മളിങ്ങനെ ആ ഒട്ടോമൻ എംപയറിൻ്റെ ആ കാലഘട്ടത്തേക്ക് നമ്മളിങ്ങനെ ഉന്തിയിട്ടിട്ട് അവിടെ ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഓരോരുത്തരും നമ്മളോട് ഇങ്ങനെ അവരുടെ ഓരോ ചാപ്റ്ററായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഈ കഥയുടെ കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ അത് പോയി ഇറ്റ് റീച്ചസ് എ പോയിന്റ് വെയർ യു ഫിഗർ ഔട്ട് ഹൂ ഹാസ് കിൽഡ് എലഗൻ്റ് എഫൻഡി. അതിനിടയ്ക്ക് വേറെ മർഡർ നടക്കുന്നുണ്ട്, അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. ഇതിനെയൊക്കെ അതിനെ കണക്റ്റ് ചെയ്യുന്നത് എന്തിന്? അപ്പം ഇപ്പോൾ ഒരു മർഡർ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ് ഒരു സസ്പെൻസ് നോവലിൽ, മിസ്റ്ററി നോവലിൽ ആൾക്കാർക്ക് അറിയേണ്ടത്. ഒന്ന്, ആര് കൊന്നു, രണ്ട്, എന്തിനു കൊന്നു. അപ്പോൾ ആര് കൊന്നു എന്നുള്ളത് അവസാനം മനസ്സിലാവും. എന്തിനു കൊന്നു എന്നുള്ളത് ഇറ്റ് ഈസ് ഡീപ്പ് റൂട്ടഡ് ഇൻ സർട്ടൻ ബിലീഫ് സിസ്റ്റംസ്. എന്താണ് ശരി, എന്താണ് തെറ്റ്, ഏത് രീതിയിൽ പോകണം, എങ്ങനെയാണ് ഈ കല മുന്നോട്ട് പോകേണ്ടത്, ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നത് ബ്ലാസ്ഫെമിയാണോ, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പെർഷ്യൻ മിനിയേച്ചർ, യൂറോപ്യൻ മാസ്റ്റേഴ്സ്, ടർക്കിഷ് മിനിയേച്ചർ. പിന്നെ ഇതിലൊക്കെ ഒരു ഹൈറാർക്കിക്കൽ സാധനമുണ്ട്. ഒരു വർക്ക്ഷോപ്പിൻ്റെ മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് ഈ വരുന്ന അവിടെയുള്ള പയ്യന്മാർക്ക് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ മാസ്റ്റർ ആവണമെന്നുണ്ട്. പക്ഷെ ഒരാൾക്കേ മാസ്റ്റർ ആവാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു മത്സരം എന്നുള്ള സംഭവം നടക്കുന്നുണ്ട്. അപ്പം ഈഗോ, ഗ്രീഡ്, എനിമോസിറ്റി, അങ്ങനെ കുറേ സംഭവങ്ങൾ കാരണം, അതായത് ഒരാൾ വേറൊരാളെ കൊല്ലാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട് എന്നുള്ളതിൽ കൂടെ ഈ കഥ ഇങ്ങനെ പോകും. അതിൽ ഏത് കാരണം എന്നുള്ള നമുക്ക് അവസാനമാകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഐ തിങ്ക് ഐ ഫൗണ്ട് ദാറ്റ് ബുക്ക് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിട്ട് പാമുക്കിൻ്റെ 2 പുസ്തകം കൂടെ വായിച്ചൊന്നുമില്ല, വാങ്ങിച്ചു. എന്ത് ലാഘവത്തോടെ, എന്ത് എളുപ്പത്തോടെയാണ് വായിച്ചു എന്നോട് പറയുന്നത്. സോ ഇറ്റ് ടേക്ക് സം ടൈം, ബട്ട് ഐ തിങ്ക് നിങ്ങൾ ചിലപ്പോൾ ഓർഹാൻ പാമുക്കിൻ്റെ വായിച്ചിട്ടുണ്ടാവും. വായിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു പുസ്തകം ഐ വുഡ് റെക്കമെൻഡ്. ഐ സീ യു ഓൾ അഗെയിൻ നെക്സ്റ്റ് ടൈം. തുമ്മിപ്പോയി നവനങ്ങനെ.